നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഭാവി എന്താണ്, ഫ്യൂച്ചർ എന്താണ് വരാൻ പോകുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ ശിവായ. Om Namah Shivaya, 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 Bhavani, Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya. കുറച്ച് കാർഡുകൾ വീണിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വരുമോ എന്ന് നോക്കാം. ഇല്ല, ഈ വീണ കാർഡുകളാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്. നിങ്ങൾ കുറെ കാര്യങ്ങൾ നല്ല സമയത്ത്, അതിന്റെ നടക്കാനുള്ള സമയത്തേ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കാതെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. പിന്നെ ഓം എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ധൈര്യം കിട്ടാനും പേടി അകലാനും വേണ്ടിയിട്ട് ഭൈരവനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലങ്ങളാണ്. അപ്പോൾ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ നല്ല കർമ്മത്തിന്റെ ഫലം, ചീത്തയാണെങ്കിൽ ചീത്ത കർമ്മത്തിന്റെ ഫലം. അത്രേ ഉള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്, കർമ്മം ഫലം, അത്രേ ഉള്ളൂ. പിന്നെ തേർഡ് ഐ ചക്ര നിങ്ങളുടെ ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തേർഡ് ഐ ചക്ര അൺബ്ലോക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ദൈവം ഗൈഡൻസ് തരുമ്പോൾ അത് നമുക്ക് മനസ്സിലാകാതെ പോകും തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആണെങ്കിൽ. ക്ഷമ പരിശീലിക്കണമെന്ന് പറയുന്നുണ്ട്. ക്ഷമയില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. എല്ലാവർക്കും, ആർക്കും ക്ഷമയില്ല കേട്ടോ. അതായത് ചിലർക്ക് ചില കാര്യങ്ങളിൽ ക്ഷമയുണ്ട്, ചിലർക്ക് ചില കാര്യങ്ങളിൽ ക്ഷമയുണ്ട്. അങ്ങനെയെന്ന് വെച്ചാല് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വളരെ ക്ഷമയാണ്, ചില കാര്യങ്ങളിൽ ക്ഷമയില്ല. മറ്റു ചിലർക്ക് നിങ്ങൾക്ക് ക്ഷമയില്ലാത്ത ആ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ക്ഷമയായിരിക്കും, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? അപ്പോ ക്ഷമ എന്ന് പറഞ്ഞത് നമ്മൾ നോക്കുന്നത് പോലെയാണ്. ആരും 100% ക്ഷമയുള്ളവര് ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ ഡിലേസ്,